നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈസ്റ്ററൊക്കെ ആഘോഷിച്ചത്. ഇനി നമ്മൾ കരുണയുടെ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. അടുത്ത ഞായറാഴ്ച നമുക്ക് ദൈവകരുണയുടെ തിരുനാളാണ് അല്ലേ? അപ്പം ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ദൈവകരുണയുടെ ആ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയ. നമുക്കറിയാം, പക്ഷേ ഇടയ്ക്കിടയ്ക്കൊരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ്. ഈ പാപത്തിന്, നമ്മൾ ചെയ്യുന്ന തിന്മയ്ക്ക് 2 തരത്തിൽ അതിന് പരിണത ഫലമുണ്ട്. അതറിയാവോ? 2 തരത്തിലുള്ള പരിണത ഫലമുണ്ട്. ഏതൊക്കെയാണ്? നമ്മളൊരു പാപം ചെയ്തു കഴിയുമ്പം അതിൻ്റെ പരിണത ഫലം എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ പരിണത ഫലം 2 തരത്തിലാണ്. ഒന്ന് നിത്യനാശം, 2 പിന്നെന്താണുള്ളത്? നിത്യനാശം, താൽക്കാലിക ശിക്ഷ. പറഞ്ഞ് നിത്യശിക്ഷ, താൽക്കാലിക ശിക്ഷ, അല്ലെങ്കിൽ നിത്യനാശം, താൽക്കാലിക ശിക്ഷ. അപ്പം ഈ നിത്യനാശം സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് 2 തരത്തിലുള്ള ശിക്ഷയാണുള്ളത്. ഒന്ന് നിത്യശിക്ഷ, 2 താൽക്കാലിക ശിക്ഷ. ഈ നിത്യശിക്ഷ എപ്പോഴാണ് സംഭവിക്കുന്നത്? അതായത് നിത്യമായിട്ട് ആ വ്യക്തി നശിച്ചു പോവുക, പിന്നെ ആർക്കും ആ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതെപ്പോഴാണ്? അത് നമ്മൾ ചെയ്ത ആ തെറ്റിനെക്കുറിച്ച് അനുദപിച്ച് കുമ്പസാരിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ സംഭവിക്കുന്നതാണ് നിത്യനാശം. അത് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ആ തെറ്റിൻ്റെ പേരിൽ, ആ പാപത്തിൻ്റെ പേരിൽ നമുക്ക് നിത്യനാശമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയലേ, ഒരിക്കലും കള്ളക്കുമ്പസാരം നടത്തരുത്. കാരണം എന്താണ്? ഈ കള്ളക്കുമ്പസാരം നടത്തുമ്പോൾ നമ്മൾ പറയാത്ത പാപത്താൽ തന്നെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപമോചനം ലഭിക്കാത്ത ആ ഒരൊറ്റ പാപം വഴി തന്നെ നമ്മൾ നിത്യനാശത്തിന് വിധിക്കപ്പെട്ടിരിക്കുക. മനസ്സിലായോ? അപ്പം നമ്മൾ ബാക്കി എല്ലാ പാപങ്ങളും പറഞ്ഞു എന്ന് പറയുന്നതിനകത്ത് ഫലമില്ല. അപ്പോൾ അനുദപിക്കാത്ത നിത്യശിക്ഷയെക്കുറിച്ച് നമ്മളെ സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: കുമ്പസാരം എന്ന കുദാശയിലൂടെ പാപമോചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഹല്ലേലൂയ. ക്ലിയറായോ? ഒന്നും കൂടെ പറയാം. സഭ പറഞ്ഞ് തരുന്ന അതേപടിയാണ് സിസ്റ്റർ പറയുന്നത്. കുമ്പസാരം എന്ന കുദാശയിലൂടെ പാപമോചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾ നന്നായിട്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് വന്നിരിക്കുക അല്ലേ? എന്നാൽ പാപത്തിൻ്റെ കാലിക ശിക്ഷ അവശേഷിക്കുന്നു. എന്താണ് ഈ കാലിക ശിക്ഷ? സഭ പറയാണ്, തക്കതായ പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ ഈ ലോകത്തിൽ വെച്ച് പരിഹാരം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തി മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് കാലിക ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. കാലിക ശിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ കുമ്പസാരത്തിലൂടെ പാപമോചനം നേടി, പക്ഷേ അതിന് ഒരു വിശുദ്ധീകരണം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് സഭ പറയുകയാണ്, പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു. ഇപ്പം നമുക്ക് സംശയം തോന്നും, നിൻ്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വൈദികൻ പറഞ്ഞ് നമുക്ക് ആശീർവാദം തരുമ്പം പാപങ്ങൾ മോചിക്കപ്പെട്ടില്ലേ? അതിനെക്കുറിച്ച് സഭ പറയുന്നത് ഇങ്ങനെയാണ്: പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു, പക്ഷേ പാപം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല. പാപത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടുവെങ്കിലും പാപി തൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആധ്യാത്മിക ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ പാപത്തിന് പ്രതിവിധിയായി എന്തെങ്കിലും കൂടുതൽ ചെയ്തുകൊണ്ടാണ് അത് വീണ്ടെടുക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പം പാപത്തിൻ്റെ പരിണതഫലമായിട്ട് നമുക്കുണ്ടായിരിക്കുന്ന ആ ക്രമരഹിതമായ അവസ്ഥ, അനാരോഗ്യപരമായ അവസ്ഥ, പ്രസാദപരം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഓരോരുത്തരും വീണ്ടെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നാണ് സഭ പറയുന്നത്? അവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം
1459 സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നിത്യശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്, കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്. കാലിക ശിക്ഷയും കൂടെ നമ്മൾ ഒഴിവാക്കി പോകാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. കാലിക ശിക്ഷ ഒഴിവാക്കപ്പെടുന്ന എപ്പോഴാണ്? ഒരു വിശ്വാസിക്ക് തിരുസഭ നിശ്ചയിച്ചിട്ടുള്ള ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തൻ്റെ തന്നെയോ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ കാലിക ശിക്ഷയിൽ നിന്നുള്ള ഇളവ് നേടിയെടുക്കാം. സിസ്റ്റർ, ഇത് സഭ പറയുന്ന അതേ വാക്കുകൾ കൊണ്ടാണ് പറയേണ്ടത്. കാരണം അതങ്ങനെ തന്നെ മനസ്സിലാക്കണം, അങ്ങനെ തന്നെ പഠിപ്പിക്കപ്പെടണം. അതുകൊണ്ട് ഒന്നും കൂടെ പറയുകയാണ്, ഒരു വിശ്വാസിക്ക് നമുക്ക് തിരുസഭ നിശ്ചയിച്ചിട്ടുള്ള ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട്, അപ്പം തിരുസഭ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. തിരുസഭ നിശ്ചയിച്ചിട്ടുള്ള ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തൻ്റെ തന്നെയോ നമ്മുടെ ഓരോരുത്തരുടെയോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെയോ, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടോ കാലിക ശിക്ഷയിൽ നിന്നുള്ള ഇളവ് നേടിയെടുക്കാം. ഹല്ലേലൂയ. അപ്പം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നേടിയെടുക്കാം. സഭ പറയുന്നു സഭയുടെ ആത്മീയ നിക്ഷേപത്തിൽ നിന്ന്, അതൊരു വാക്കാണ്, സഭയുടെ ആത്മീയ നിക്ഷേപത്തിൽ നിന്ന്. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സഭയുടെ ആത്മീയ നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയുടെ ആത്മീയ നിക്ഷേപത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഈ ഇളവാണ് ദണ്ഡവിമോചനം. കണ്ടോ, നമ്മൾ ആ വാക്ക് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകിയല്ല എന്താണ് ഈ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ. ദണ്ഡവിമോചനം എന്താണ്? ഈ കാലിക ശിക്ഷയിൽ നിന്ന് സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള അധികാരം ഉപയോഗിച്ച് സഭ ഒരു വിശ്വാസിക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണത്. ഒന്നും കൂടെ അതുപോലെ തന്നെ സിസ്റ്റർ അത് മനസ്സിലാക്കി തരാം. സഭയുടെ ആത്മീയ നിക്ഷേപത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഈ ഇളവ്, ഏതിളവ്? കാലിക ശിക്ഷയിൽ നിന്നുള്ള ഇളവ് ആണ് ദണ്ഡവിമോചനം. ദണ്ഡവിമോചനം. സഭയുടെ ആത്മീയ നിക്ഷേപം എന്ന് പറയുന്നത് എന്താണെന്ന്, ക്രിസ്തുവിൻ്റെയും അവിടുത്തെ പരിഹാര ബലിയുടെയും യോഗ്യതയും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളുടെ യോഗ്യതയും ചേർന്ന് നിൽക്കുന്നതാണ് സഭയുടെ ആത്മീയ നിക്ഷേപം എന്ന് പറയുന്നത്. സഭയ്ക്ക് വലിയ ആത്മീയ നിക്ഷേപമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പുണ്യവും വിശുദ്ധ ജീവിതമൊക്കെ ഈ ആത്മീയ നിക്ഷേപത്തിലെ ഘടകങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ പുണ്യം ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ സഭയിലേക്ക് നമ്മൾ നിക്ഷേപം കൂട്ടുകയാണ്, സഭയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുക. ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെ യോഗ്യതയും ഒപ്പം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധരാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയും ഒക്കെ പുണ്യയോഗ്യതകളാലാണ് സഭയുടെ ആത്മീയ നിക്ഷേപം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രസാദപരത്തിൻ്റെ ഈ ആത്മീയ ഭണ്ഡാരത്തെ വിതരണം ചെയ്യാനും വിനിയോഗിക്കാനും സഭയുടെ തലവന് അധികാരമുണ്ട്. സഭയ്ക്ക് യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധരിലൂടെയും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ നിക്ഷേപങ്ങളെ ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് എടുത്ത് കൊടുക്കാൻ, അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സഭയ്ക്കുണ്ട്, സഭയുടെ പരമാധികാരിക്കുണ്ട്. പത്രോസ്ലീഹായിലൂടെ തുടങ്ങി വെച്ച ആ സഭയുടെ പരമാധികാര ശുശ്രൂഷ ഇന്നും മാർപ്പാപ്പമാരിലൂടെ തുടർന്നുകൊണ്ട് പോകും. അപ്പോൾ വചനം പറയുകയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:19, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ അധികാരം ഉപയോഗിച്ചാണ് സഭ വിശ്വാസികൾക്ക് ദണ്ഡവിമോചനം നൽകുന്നത്. ഹല്ലേലൂയ. കുമ്പസാരത്തിലൂടെ പാപവിമോചനവും സഭ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് ദണ്ഡവിമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ദണ്ഡവിമോചനവും സഭ നൽകുന്നത് സഭയ്ക്ക് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ അധികാരം ഉപയോഗിച്ചാണ്. ഹല്ലേലൂയ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആണോ? അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. ഞാനിപ്പോൾ നിങ്ങളെ ഇത് ഓർമ്മപ്പെടുത്താനും ഈ ദണ്ഡവിമോചനത്തിന് വേണ്ടി ഒരുങ്ങാനും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുതുഞായർ ദൈവകരുണയുടെ തിരുനാൾ നമുക്ക് ദണ്ഡവിമോചനം നേടിത്തരുന്ന തിരുനാളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയാലും നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷ.
2 ശിക്ഷയുണ്ട്. ഏതൊക്കെയാ? നിത്യശിക്ഷയും കാലിക ശിക്ഷയും. അപ്പം കാലിക ശിക്ഷ ഇളവ് കിട്ടിയില്ലെങ്കിൽ, നമ്മൾക്ക് കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയില്ല, എന്ത് സംഭവിക്കും? നമ്മൾ മരണശേഷം ആ കാലിക ശിക്ഷ എവിടെ അനുഭവിക്കേണ്ടി വരും? ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കേണ്ടി വരും. എന്നാൽ മരണത്തിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലം പോലും ഇല്ലാതെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള സഭ നൽകുന്ന അനുഗ്രഹമാണ് കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം. അത് നമുക്ക് സാധിക്കും, നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അതുപോലെ അനുകമ്പയോടെ കരുണയോടെയാണ് സഭ ക്രിസ്തുവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് തൻ്റെ മക്കൾക്ക് കൃപ നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസി അത് നേടിയെടുക്കുന്നു. ഏത്? ദണ്ഡവിമോചനം നേടിയെടുക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തീയ വിശ്വാസി അത് നേടിയെടുക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷക എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് ഒരു വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വേറെ ഒരിടത്തും കിട്ടിയല്ല. ക്രിസ്തുവിൽ നിന്ന് സഭയിലൂടെ സഭയുടെ മക്കൾക്ക് കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ എത്ര വലിയ ഭാഗ്യപ്പെട്ടവരാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിത്യശിക്ഷയിൽ നിന്നും കാലിക ശിക്ഷയിൽ നിന്നും ഒഴിവായി നിന്ന് ഒരു വിശുദ്ധ ജീവിതം ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റുമോ? പറ്റും. പാപം ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ മാനുഷികമായ ബലഹീനതയിൽ പാപം ചെയ്യേണ്ടി വരും. പക്ഷേ പാപം ചെയ്താലും അതിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ തരുവാണ്, മോചനം തരുവാണ്. ദണ്ഡവിമോചനം സഭയിലൂടെയാണ് പ്രാപിക്കുന്നത്. ബന്ധിക്കാനും അഴിക്കാനും യേശുക്രിസ്തു നൽകിയ അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് ക്രൈസ്തവ വ്യക്തികളുടെ പ്രയോജനത്തിനായി സഭ ഇടപെടുന്നു. ഓരോ ദൈവമകൻ്റെയും മകളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഇടപെടുക. അവരുടെ പാപങ്ങൾക്കുള്ള കാലിക ശിക്ഷകളുടെ ഇളവ് കാരുണ്യവാനായ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കാനായി ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും യോഗ്യതകളുടെ നിക്ഷേപം തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1478 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് സിസ്റ്റർ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് 3 തലങ്ങളുണ്ട്. ഏതൊക്കെയാ 3 തലങ്ങൾ? ഒന്ന് സ്വർഗീയ സഭ, വിജയസഭ. അതേതാ? മരണം വരെ ഈ രക്ഷ സ്വീകരിച്ച് കടന്നു പോയിരിക്കുന്നവർ. 2 തീർത്ഥാടന സഭ, സമരസഭ. അതേതാണ്? നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളെല്ലാം ഈ തീർത്ഥാടന സഭയിലുള്ളവരാണ്, സമരസഭയിലുള്ളവരാണ്. 3 ശുദ്ധീകരണ സഭ. അതെന്താണ്? സഹനസഭ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ്. ഈ 3 തലങ്ങളിലുള്ളവർക്ക് പരസ്പരമുള്ള ആത്മീയ ബന്ധമാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത്. പുണ്യവാന്മാരുടെ ഐക്യം നമ്മൾ കേട്ടിട്ടില്ലേ? പ്രാർത്ഥനയിലൊക്കെ പറയാറില്ലേ പുണ്യവാന്മാരുടെ ഐക്യം? അതേതാണ് പുണ്യവാന്മാരുടെ ഐക്യം? ഈ 3 തലങ്ങൾ. ഏതൊക്കെയാണ് 3 തലങ്ങൾ? സ്വർഗീയ സഭയും തീർത്ഥാടന സഭയും ശുദ്ധീകരണ സഭയും. എന്നോടെ പറഞ്ഞ്, സ്വർഗീയ സഭ, തീർത്ഥാടന സഭ, ശുദ്ധീകരണ സഭ. ഈ 3 കൂടെ ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത്. സഭയിൽ ഈ 3 തലങ്ങളുണ്ട്. സ്വർഗത്തിലായിരിക്കുന്നവർ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവർ, ഈ ഭൂമിയിലായിരിക്കുന്നവർ. അപ്പോൾ ഇത് 3 കൂടെ നല്ല കണക്ഷനുണ്ട്, നല്ല ബന്ധമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോയെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം അങ്ങ് വേർപെടുവല്ല. അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്, അവർക്ക് നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിൽ സ്വർഗീയ സഭയിലുള്ളവർക്ക് ഈ മറ്റ് 2 സഭയിലുള്ളവരെയും സഹായിക്കാൻ പറ്റും. സമരസഭയിലുള്ളവരെ സഹായിക്കാൻ പറ്റും, തീർത്ഥാടന സഭയിലുള്ളവരെ സഹായിക്കാൻ പറ്റും, പിന്നെ ശുദ്ധീകരണ സഭയിലുള്ളവരെയും സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളാണ് വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥമൊക്കെ തേടുന്നത്. അതുകൊണ്ട് പരസ്പരമുള്ള ആത്മീയ ബന്ധമാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്നറിയപ്പെടുന്നത്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നവരും ശുദ്ധീകരണ സ്ഥലത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം നേടുന്നവരും ഇപ്പോഴും ഭൂമിയിൽ തീർത്ഥാടകരായി കഴിയുന്നവരുമായ വിശ്വാസികൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ശാശ്വതമായ ബന്ധവും എല്ലാ നന്മകളുടെ സമൃദ്ധമായ വിനിമയവും ഉണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1475 സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകുകയല്ല. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നവരുമായ ആത്മാക്കളെല്ലാം തമ്മിൽ നല്ല ബന്ധമുണ്ട്. വിജയസഭയ്ക്ക് സമരസഭയെയും സഹനസഭയെയും
വിജയസഭയ്ക്ക് സമരസഭയെയും സഹനസഭയെയും സഹായിക്കാൻ കഴിയും. ദൈവമക്കളായി നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ തന്നെയായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് അവർക്കായി ദണ്ഡവിമോചനങ്ങൾ നേടിക്കൊടുക്കുക എന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരിച്ചുപോയി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് നേടിക്കൊടുക്കണം? ദണ്ഡവിമോചനം നേടിക്കൊടുക്കണം. എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ 1226 പറയുകയാണ്, എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന്. അത് നമുക്ക് ഈ ഭൂമിയിലായിരിക്കുന്നവർക്കേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദണ്ഡവിമോചനവും പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദണ്ഡവിമോചനം പൂർണ്ണമായിട്ട് കിട്ടുന്ന എപ്പോഴാണ്? ഭാഗികമായിട്ട് കിട്ടുന്ന എപ്പോഴാണ്? അറിയാവോ? കേട്ടോ, പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ അല്ലെങ്കിൽ പൂർണ്ണമോ ആകാം. ഏത് വിശ്വാസിക്കും തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ നേടാവുന്നതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1471 പറയുകയാണ്, ഏതൊരു വിശ്വാസിക്കും തനിക്ക് വേണ്ടിയോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ എന്ത് നേടാം? പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും സ്വീകരിക്കാവുന്നതാണ്. പൂർണ്ണ ദണ്ഡവിമോചനം നേടുന്നത് വഴി കാലിക ശിക്ഷ പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ്, ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെ വരുന്ന എപ്പോഴാണ്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ. മരണത്തെ ഭയപ്പെടുന്നതിൻ്റെ കാരണം എന്താ? ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെയുള്ള പേടിയാണ്. അപ്പം ഈ പൂർണ്ണ ദണ്ഡവിമോചനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് എന്തില്ല? ശുദ്ധീകരണമില്ല, കാലിക ശിക്ഷയില്ല. അതുകൊണ്ടാണ് ഭാഗികമായി ദണ്ഡവിമോചനം നേടുക വഴി കാലിക ശിക്ഷ ഭാഗികമായിട്ട് നീക്കം ചെയ്യപ്പെടുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഏതാ വേണ്ടത്? ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം വേണോ? പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം വേണോ? പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം. കാരണം നമുക്കിത് സഭ സൗജന്യമായിട്ട് തരുവാന്നേ. നമ്മൾ എന്തിനാ സ്വീകരിക്കാൻ പഠിക്കുന്നത്? ഇതൊക്കെ എത്രയോ വലിയ ഭാഗ്യപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും അത് സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നോടൊരു വല്യപ്പച്ചൻ പറഞ്ഞു, വല്യപ്പച്ചൻ്റെ കൊച്ചുമോള്, അവൾ വളരെ ചെറുപ്പത്തിൽ, അവളുടെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവളുണ്ടായി 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ വല്യപ്പച്ചൻ കൊച്ചുമോൾക്ക് വേണ്ടി, മോൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നിക്ഷേപങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. പണം, പൈസ. അവൾക്ക് 20 വയസ്സാകുമ്പോഴത്തേന് 25 വയസ്സാകുമ്പോഴത്തേന് ഇത്ര രൂപ അവൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ സമാഹരിക്കുകയാണ് അപ്പച്ചൻ. അവൾക്കറിയത്തില്ല. അത്രമാത്രം ആ മനുഷ്യന് ആ കൊച്ചിനെ സ്നേഹിക്കുവാണ്. പക്ഷേ അവൾ എന്ത് ചെയ്തു? അവൾ അതൊന്നും അറിയുന്നില്ല എന്നുള്ളതിൽ അപ്പൻ്റെയോ അമ്മയുടെയോ ഒന്നും സ്നേഹമൊന്നും അറിയുന്നില്ല. അവളുടെ വളരെ ചെറുപ്രായത്തിൽ തന്നെ മറ്റൊരു പുരുഷനുമായിട്ട് ഇറങ്ങിപ്പോയി. അവളുടെ ജീവിതമൊക്കെ അവൾ ആ വഴിക്കൂടെ ആക്കി. അപ്പോഴും അവൾ അറിയുന്നില്ല. അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ വല്യപ്പൻ ഇത്രയും വലിയൊരു എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടിരിക്കുവാണ്. അവൾ അറിയുന്നില്ല. പക്ഷെ അപ്പം പറയുകയാണ്, എപ്പോൾ അവൾ തിരിച്ചു വന്നാലും ഞാൻ അവൾക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നത് ഞാൻ അവൾക്ക് വേണ്ടി തന്നെ കൊടുക്കും. ഹല്ലേലൂയ. ഒരപ്പൻ്റെ ഹൃദയം കണ്ടോ? ഇത് ദൈവപിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു തനി പകർപ്പാണ്. വഴിതെറ്റിപ്പോയി അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനൊക്കെ അപമാനവും വേദനയൊക്കെ വരുത്തി എങ്കിലും ഈ മകൾക്ക് വേണ്ടി നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത് അത് അവൾക്കൊന്ന് കൊടുത്തിട്ട് എനിക്കൊന്ന് കണ്ണടയ്ക്കണം. ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് അവളെ ഒന്ന് കിട്ടണം. എനിക്ക് അവൾക്കിതൊന്ന് കൊടുക്കണം. കണ്ടോ? ഇതുപോലെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോഴാണ്, നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന, ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ നിക്ഷേപത്തിലേക്ക് നമ്മൾ വരാതെ, നമ്മൾ സ്വീകരിക്കാതെ നശിച്ചു പോകുന്ന കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ദണ്ഡവിമോചന പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നത്. അത് നമുക്ക് വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ചെയ്യണം. അപ്പം പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അത് ഞാൻ പറയാം. ഒന്ന്, പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ദണ്ഡവിമോചനം നേടണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യണം? ദണ്ഡവിമോചനം നേടണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. അതാണ് ഒന്ന്.
2, കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ചിരിക്കണം. മറന്നു പോകരുതേ, കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ചിരിക്കണം. അത് എത്ര ദിവസത്തേനാ? 20 ദിവസത്തിന് മുൻപോ 20 ദിവസത്തിന് ശേഷമോ. 20 ദിവസം ആയില്ലെങ്കിൽ നമുക്കിപ്പോൾ ദണ്ഡവിമോചന പ്രാർത്ഥന സ്വീകരിച്ച് ദണ്ഡവിമോചനം സ്വീകരിക്കാം. അപ്പോൾ അതിലപ്പുറത്താകാൻ പാടില്ല. ഇപ്പം ഇന്നെനിക്ക് ദണ്ഡവിമോചനം കിട്ടാൻ, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. ഞാൻ ഒരാഴ്ച മുമ്പാണ് കുമ്പസാരിച്ചതെങ്കിൽ വീണ്ടും ഞാൻ ഓടിപ്പോകണ്ട കുമ്പസാരിക്കാൻ, കാരണം 20 ദിവസം ആയിട്ടില്ല. അപ്പോൾ 20 ദിവസത്തിനുള്ളിൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും കുമ്പസാരിക്കാതെ തന്നെ നമുക്ക് സ്വീകരിക്കാം. ഇനി ദണ്ഡവിമോചനം കിട്ടാനുള്ള സാധ്യത ഉണ്ട് താനും, പക്ഷെ നമുക്കൊന്ന് കുമ്പസാരിക്കാൻ പറ്റിയിട്ടുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദണ്ഡവിമോചനം സ്വീകരിച്ചിട്ട് ഈ സഭ നിശ്ചയിച്ചിരിക്കുന്ന ഈ 20 ദിവസത്തിനുള്ളിൽ പോയി നമ്മൾ വീണ്ടും കുമ്പസാരിക്കണം. ക്ലിയറായോ? മനസ്സിലായോ നിങ്ങൾക്കത്? മൂന്നാമത്തേത് വിശുദ്ധ കുർബാന സ്വീകരണം. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കണം. 4, മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പാപ്പയ്ക്ക് വേണ്ടിയുള്ള സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ചെല്ലുക, അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞു പറയുമേ, ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇനി അടുത്തത് 5, മാരക പാപങ്ങളെയും ലഘുപാപങ്ങളെയും വെറുത്തുപേക്ഷിച്ച് പാപമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അപ്പം പാപത്തിൽ ജീവിച്ചുകൊണ്ട് പാപത്തെ ഓർത്ത് അനുതാപമില്ലാതെ മാനസാന്തരത്തിന് തയ്യാറാകാതെ നിന്ന് നമുക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാനായിട്ട് പറ്റില്ല. എങ്കിൽ സഭ തരുന്ന ദണ്ഡവിമോചനം ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് സ്വീകരിച്ചാൽ മതിയല്ലോ. ഈ പാവം അതിൻ്റെ ഒപ്പം അങ്ങ് പൊക്കോട്ടെ, ഈ തിന്മയിലും അങ്ങ് ജീവിച്ചോട്ടെ, പറ്റുമോ? പറ്റിയല്ല. അപ്പം കുമ്പസാരിക്കുന്നതിന് പകരമല്ല, മാനസാന്തരപ്പെടുന്നതിന് പകരമല്ല ദണ്ഡവിമോചനം നമ്മൾ സ്വീകരിക്കുന്നത്. മാനസാന്തരപ്പെട്ടിട്ട് നല്ല കുമ്പസാരം നടത്തിയിട്ട് സ്വീകരിക്കേണ്ടതാണ് ദണ്ഡവിമോചനം കൃപ. അപ്പം മരണാസന്നനായ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാം. പൂർണ്ണ ദണ്ഡവിമോചനം ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മളെ പോലെയുള്ളവർക്ക് ഒരു ദിവസം ഒറ്റ പ്രാവശ്യം മാത്രമേ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ അതിന് എക്സെപ്ഷൻ ഉള്ളത് ആർക്കാന്ന് നോക്കി, മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ദണ്ഡവിമോചനം സ്വീകരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദണ്ഡവിമോചനം നേടിക്കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് നേടിക്കൊടുക്കാവുന്ന ആർക്കാ? മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് ദണ്ഡവിമോചനം നേടിക്കൊടുക്കാം. പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്ന വ്യക്തി മാമോദിസ സ്വീകരിച്ച അതേ പ്രസാദകരാവസ്ഥയിലായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. വലത്തേറ് ഉയർത്തി പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ. എത്രയോ വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അവസ്ഥ എന്താണ്? മാമോദിസ സ്വീകരിച്ചപ്പോഴത്തെ അതേ പ്രസാദകരാവസ്ഥയിൽ. മാമോദിസ സ്വീകരിച്ചപ്പോഴത്തെ പ്രസാദകരാവസ്ഥയെന്ന് ഓർത്ത് നോക്കി അല്ലേ? അല്പം പോലും ദൈവരാജ്യ പ്രവേശനത്തിന് ഒന്നും തടസ്സമല്ലാത്ത ഒരവസ്ഥയിലാണ് മാമോദിസ സ്വീകരിച്ച ഒരു കൊച്ച്. അതേ അവസ്ഥയിലാണെന്ന് പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീണ്ടും സഭ പറയാണ്, പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്ന വ്യക്തി മാമോദിസ സ്വീകരിച്ച അതേ പ്രസാദകരാവസ്ഥയിലായിത്തീരുന്നു. ആ നിമിഷം മരിച്ചാൽ ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാം. ഹല്ലേലൂയ എന്ന് സഭ പഠിപ്പിക്കുന്നു. ദണ്ഡവിമോചനം മാനസാന്തരത്തിനോ കുമ്പസാരം എന്ന കുദാശയ്ക്കോ ഒരിക്കലും പകരമല്ല, മറിച്ച് മാനസാന്തരപ്പെട്ടവർക്ക്, കുമ്പസാരിച്ച് പാപമോചനം നേടിയവർക്ക് തങ്ങളുടെ പാവകടങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതാണ്. ഹല്ലേലൂയ. ഇപ്പം തെറ്റിദ്ധാരണ വേണ്ട, തെറ്റായിട്ട് മനസ്സിലാക്കരുത്. മാനസാന്തരപ്പെടാത്തവർക്കും നല്ല കുമ്പസാരം നടത്താത്തവർക്കും ദണ്ഡവിമോചനം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റില്ല. ഇനി പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള പ്രവൃത്തികളും പ്രാർത്ഥനകളും ഏതൊക്കെയാണ്? സഭ ഏതൊക്കെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? ഏതൊക്കെയാണ്? സ്ഥിരമായിട്ട് ചിലർ നേടിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധരുണ്ട് ഇതിനകത്ത്, എനിക്കറിയാം. ധാരാളം വിശുദ്ധാത്മാക്കളുണ്ട്. പൂർണ്ണ ദണ്ഡവിമോചനം നോക്കി, അവസരങ്ങൾ നോക്കിയിരുന്ന് നേടിയെടുത്ത് പ്രസാദപര അവസ്ഥയിൽ നടക്കുന്ന ഒത്തിരി ആത്മാക്കൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇപ്പം സിസ്റ്റർ ഒന്നും കൂടെ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. ഏതിൻ്റെയാ? ഭാഗികമായ ദണ്ഡവിമോചനത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെയാണ് പറയുന്നത്. 1, അരമണിക്കൂറിലധികം ദൈവസന്നിധിയിൽ ആരാധന നടത്തുന്നത്. പറഞ്ഞ്
അരമണിക്കൂറിലധികം. അപ്പം നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 1 മണിക്കൂറോളം ദിവികാരുണ്യ ആരാധന നടത്തുക. അതുവഴി നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താ? നമ്മൾ ഓർത്ത് നിയോഗിച്ച് പ്രാർത്ഥിച്ചാൽ അതുവഴി നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താ? പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുക. പക്ഷേ ഇതെല്ലാ ദിവസവും ബുധനാഴ്ച നമുക്കിവിടെ വരുമ്പോൾ ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള അവസരമുണ്ട്. നമ്മൾക്കിത് അറിയത്തില്ലാത്തത് കൊണ്ടോ അറിയാമെങ്കിലും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഈ അവസരം നഷ്ടപ്പെടുത്തിയിട്ടല്ലേ തിരിച്ചു പോകുന്നത്, അല്ലേ? ആണോ? ഇനി നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താം. കാരണം ഇന്ന് ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇല്ലാത്ത ഒത്തിരി പേര്. അപ്പോൾ അത് പറയണം, അരമണിക്കൂറിൽ അധികം ദൈവസന്നിധിയിൽ നമ്മൾ മിക്കപ്പോഴും 1 മണിക്കൂറാണ് നമ്മുടെ ആരാധന നടത്തുമ്പോൾ. 2, മാർപ്പാപ്പ നൽകുന്ന ആശീർവാദം സ്വീകരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ മാർപ്പാപ്പ നമുക്ക് യൂട്യൂബ് ചാനൽ വഴിയും വാട്സപ്പ് മീഡിയ വഴിയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദണ്ഡവിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ആശീർവാദം തരുമായിരുന്നു. പലരും അത് നോക്കിയിരുന്ന് ഒരുങ്ങി സ്വീകരിച്ചവരുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ അവസരമാണ്. 3-മത്തേത്, ദുഃഖ വെള്ളിയാഴ്ചകളിലെ ആരാധന അനുഷ്ഠാനങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് കുരിശിനെ വണങ്ങുകയും ചുംബിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതും നമ്മളെല്ലാവരും ചെയ്തതല്ലേ? കഴിഞ്ഞ ആഴ്ച ചെയ്തവരെന്ന് കൈപൊക്കിക്കേ. എന്നിട്ട് ആരുമില്ല, കണ്ടോ? നമ്മളെ നഷ്ടപ്പെടുത്തുമല്ലേ? അപ്പം നമ്മൾ ഓർക്കുന്നില്ല. എല്ലാവരും ചെയ്തു. ഓക്കെ, നമ്മൾ നഷ്ടപ്പെടുത്തുവാണ് ആ അവസരം. അതുകൊണ്ട് നമ്മളിത് ഓർത്തിരിക്കണം. എൻ്റെ പിഴ, ഞാൻ നിങ്ങളെ ഒന്ന് ഒരുക്കി വിടേണ്ടതായിരുന്നു. അത് പറഞ്ഞതൊന്ന് ഒരുക്കി വിടാത്തതിന് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുഃഖ വെള്ളിയാഴ്ചകളിലെ ആരാധന അനുഷ്ഠാനങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് കുരിശിനെ വണങ്ങുകയും ചുംബിക്കുകയും ചെയ്തിട്ട്, അപ്പം നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം എന്താ? ദണ്ഡവിമോചനം കിട്ടാനുള്ള ആദ്യം പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം എന്താ? ആ നിയോഗം ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ആ ദുഃഖ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ, നമ്മുടെ ഇവിടെ പരിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിൽ നിയോഗം വരണം. ഇത് എൻ്റെ പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ ശുശ്രൂഷയിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. നിയോഗം വെക്കണം. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണം. പിന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ ദിവസങ്ങളിലെ കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഇനി 3 പൂർണ്ണ ദിവസങ്ങളിൽ ധ്യാനത്തിൽ സംബന്ധിക്കുന്നത്. അതും നമ്മൾ ചെയ്യുന്നില്ലേ? 3 ദിവസവും 5 ദിവസമൊക്കെ വർഷത്തിൽ 1 പ്രാവശ്യം ധ്യാനം കൂടുന്നവരില്ലേ? ഇന്ന് കൈപ്പൊക്കിക്ക്. അങ്ങനെ ധ്യാനം നോക്കി 1 വർഷം പോലും വിടവില്ലാതെ ധ്യാനം കൂടുന്നവർ. പക്ഷേ അവിടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ 5 ദിവസത്തെയും 3 ദിവസത്തെയും ധ്യാനം കൂടുമ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദണ്ഡവിമോചനം കൂടെ നേടിയെടുത്ത് പോരുന്നവർ കൈപ്പൊക്കിക്ക്. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. സഭ നിങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് ഇതെല്ലാം. 5-മത്തേത്, നവവൈദികരുടെ പ്രഥമ ബലിയർപ്പണത്തിൽ അവർക്കും ആ ബലിയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുന്നവർക്കും, അതായത് ഒരു ഓർഡിനേഷൻ, ഒരു പുത്തൻ കുർബാന. നമ്മുടെ ഇടവുകളിലൊക്കെ പുത്തൻ കുർബാന വരികയല്ലേ? ഞാൻ ഒത്തിരി പുത്തൻ കുർബാനയിലൊക്കെ പങ്കെടുത്തിട്ടെന്നും പറഞ്ഞാൽ അന്നത്തെ ദിവസം വേറെ ബിസിനസ്സിന് പോകരുത്. പുത്തൻ കുർബാന ഒരെണ്ണം നമുക്ക് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ പുത്തൻ കുർബാനയിൽ പങ്കെടുത്തിട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് അതിൻ്റെ ലക്ഷ്യം? നമുക്ക് ചിലപ്പോൾ അച്ഛനെ അറിയത്തൊന്നും ഇല്ലായിരിക്കാം, നമ്മളെ ആരും വിളിച്ചിട്ടൊന്നും ഇല്ലായിരിക്കുന്നെങ്കിൽ നമ്മൾ ഇടവകയിലെ സമൂഹത്തിൽപ്പെട്ട ഒരാളാണല്ലോ. നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടാൻ വേണ്ടി തന്നെ നമ്മൾ ആ പുത്തൻ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ഇനി 6, 25 വർഷമാകുന്നൊരു ജൂബിലി, 50 വർഷത്തെ ജൂബിലി, 60 വർഷമാകുന്ന ജൂബിലി തുടങ്ങിയ വാർഷിക ദിനങ്ങളിൽ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതും പൂർണ്ണ ദണ്ഡവിമോചനത്തിന് ഫലമുണ്ടാകും. 7, ആദ്യ കുർബാന സ്വീകരിക്കുന്നവർക്കും ആ ബലിയിൽ പങ്കെടുക്കുന്നവർക്കും. ഹല്ലേലൂയ. ഇനി ഈ തുടർന്ന് വരുന്ന മെയ് മാസവും ഏപ്രിൽ അവസാനമൊക്കെ ആയിട്ട് എല്ലാ ഇടവക ദേവാലയങ്ങളിലും എന്താ ചെയ്യുന്നത്? ആദ്യ കുർബാന സ്വീകരണം. ഞാനിപ്പോൾ പലപ്പോഴും കാണുന്നത് എന്താണെന്നറിയാം, ആദ്യ കുർബാന സ്വീകരണം എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഫുഡിന് എല്ലാവരും ഹാളിലേക്ക് വരും. വലിയൊരു ജനം ഫുഡടിക്കാനായിട്ട് ഹാളിലുണ്ടാകും. പക്ഷെ എവിടെ ഉണ്ടാകുകയില്ല? വിശുദ്ധ കുർബാനയിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെ പൂർണ്ണ ദണ്ഡവിമോചനം നേടാനോ ആരും പള്ളിക്കകത്തുണ്ടാകുകയില്ല. അത് കഴിയുമ്പം സമ്മാന പൊതിയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്കും ഭക്ഷണശാലയിലേക്കൊക്കെ കയറി വരും. അത് ശരിയല്ല. അതുകൊണ്ട് ആ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിൽ നടക്കുന്നതാകട്ടെ, നമ്മുടെ ഇടവപ്പള്ളി നടക്കുന്നതാകട്ടെ, അവിടെ ഭക്ഷണത്തിൻ്റെ സമയത്തല്ല നമ്മൾ ചെല്ലേണ്ടത്. പിന്നെ എപ്പോഴാണ് ചെല്ലേണ്ടത്? വിശുദ്ധ കുർബാനയുടെ സമയത്ത് എന്നിട്ട് പൂർണ്ണ ദണ്ഡവിമോചനം നമ്മൾ ചോദിച്ച് മേടിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. ഇനി 8, ദൈവകരുണയുടെ തിരുനാളായ പുതുഞായറാഴ്ച. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. പുതുഞായറാഴ്ച
ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായർ ദിവ്യകാരുണ്യ സ്വീകരണവും ഏതെങ്കിലും പള്ളിയിലോ ചാപ്പലിലോ ദൈവകരുണ്യയുടെ ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് പരിശുദ്ധ കുർബാനയുടെ പരസ്യ ആരാധനയോ സക്രാരിയുടെ മുൻപിലുള്ള പ്രാർത്ഥനയോ വഴി ഒരു സ്വർഗ്ഗസ്വനായ പിതാവേ നന്മ നിറഞ്ഞു പറയും വിശ്വാസ പ്രമാണം ചൊല്ലി കരുണയുടെ കർത്താവിനോടുള്ള ഭക്തിയുടെ പ്രാർത്ഥനകൾ കൂടെ അർപ്പിക്കുകയും കരുണയുടെ ചിത്രത്തെ വണങ്ങുകയും ചെയ്യുന്നത് വഴി ദണ്ഡവിമോചനം കിട്ടും. നമ്മുടെ സാന്ത്വഭവനിലെ ശുശ്രൂഷ ഏതാ? ദൈവകരുണയുടെ ശുശ്രൂഷയാണ്. ദൈവകരുണയെ നമ്മൾ പ്രകീർത്തിക്കുന്ന, ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന, ദൈവകരുണയെ നമ്മൾ അങ്ങേയറ്റം പ്രഘോഷിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് ദൈവം തരും. 9, അരമണിക്കൂർ ഭക്തിയോടെ ബൈബിൾ വായിക്കുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂർ ഭക്തിയോടെ ബൈബിൾ വായിക്കുന്നവരുണ്ടോ? കൈവയ്ക്കുക. ഉണ്ട്. ദണ്ഡവിമോചനത്തിന് വേണ്ടിയിട്ട് വെക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ മറന്നു പോകും അല്ലേ? പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനത്തിൻ്റെ അവകാശമാണ് അരമണിക്കൂർ ബൈബിൾ വായിച്ചാൽ നമുക്ക് കിട്ടുന്നത്. നേരെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് അധ്വാനിക്കണം. ഞാൻ ഇവിടെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിങ്ങളോട് പറയാൻ ഈശോ ഒരു സന്ദേശം തോന്നിക്കുകയായിരുന്നു. അതാ, നിങ്ങളുടെ ആത്മരക്ഷയിൽ നിങ്ങൾ നിർബന്ധപൂർവം ശ്രദ്ധിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളിൽ വളരെ നിർബന്ധപൂർവമുള്ള ഒരു ഇടപെടൽ ദൈവം തരുമെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം നേടി നമ്മൾ ഈ പ്രസാദപര അവസ്ഥയിൽ, മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന ഒരു കൊച്ചിൻ്റെ പ്രസാദപര അവസ്ഥയിൽ ആയിരിക്കുന്നതിന് വേണ്ടി നമ്മളങ്ങ് ശ്രദ്ധിച്ചാൽ നമ്മുടെ മറ്റ് കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങളെല്ലാം വളരെ അച്ചട്ടായിട്ട് ആര് നടത്തിത്തരുമെന്നാണ് പറഞ്ഞ്? ഈശോ നടത്തിത്തരുമെന്ന്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി 10, ദേവാലയത്തിലോ കുടുംബത്തിലോ സന്യാസ സമൂഹത്തിലോ ഭക്ത സംഘടനയിലോ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജപമാലയുടെ 5 ദിവ്യരഹസ്യങ്ങൾ തുടർച്ചയായിട്ട് ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവകരുണയുടെ ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഒരു പ്രാവശ്യം സ്വീകരിക്കാൻ അവകാശമുള്ളൂ. അത് ഓർത്തോളണം. ഇപ്പം ഇനി ഇൻ കേസ് നമുക്ക് ജപമാല തുടങ്ങിയപ്പോഴോ അല്ല തീരുന്നതിന് മുമ്പ് എത്താൻ പറ്റിയില്ലെങ്കിൽ ആ ഒരവസരം അങ്ങ് കഴിഞ്ഞു. പിന്നെ അത് അവസരമുള്ളത് പിന്നെ നമുക്ക് ആരാധനയുടെ ഒരു അവസരമുണ്ട്. പിന്നെ ഈ ദൈവകരുണയുടെ ശുശ്രൂഷ, ദൈവകരുണയ്ക്ക് പ്രത്യേകമായിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിലൂടെ വേണം ഒരു ദിവസം പൂർണ്ണ ദണ്ഡവിമോചനം നേടാനായിട്ട്. കൃപകളും നഷ്ടപ്പെടുത്തരുത്. 11, നിയമപ്രകാരം നിർമ്മിച്ചിട്ടുള്ള കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം യേശുവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ധ്യാനിച്ച് കുരിശിൻ്റെ വഴി ചെല്ലുന്നതും പൂർണ്ണ ദണ്ഡവിമോചനത്തിന് കാരണമാകും. 12, ഒരു ദേവാലയത്തിൻ്റെയോ അൾത്താരയുടെയോ പ്രതിഷ്ഠാ ദിവസം ഭക്തിപൂർവ്വം അത് സംബന്ധിച്ച് ഒരു സ്വർഗ്ഗസ്വനായ പിതാവേ നന്മ നിറഞ്ഞ മറിയവും വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ ഇടവക ദേവാലയം വെഞ്ചരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഇടവക ദേവാലയങ്ങളൊക്കെ വെഞ്ചരിക്കുന്ന ദിവസം നമ്മൾ ഇപ്രകാരം ചെയ്താൽ നമുക്ക് കിട്ടും. 13, ഈസ്റ്ററിൻ്റെ തലേന്ന് രാത്രിയിലോ സ്വന്തം മാമോദിസ ദിനത്തിലോ ജ്ഞാനസ്നാന വാഗ്ദാനം നവീകരിച്ചാലും പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാം. ഹല്ലേലൂയ. ഇപ്പം നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടേ രോഗികളുടെ അടുത്ത് ചെല്ലുന്നു, മരണാസന്നരായിട്ട് കഴിയുന്നവരുടെയൊക്കെ അടുത്ത് ചെല്ലുന്നു. അവർക്ക് സ്വയമായിട്ട് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ, ആരോഗ്യകരമായൊരു അവസ്ഥയിലൊക്കെയാണ് നമ്മൾ അവരെ കണ്ടുമുട്ടുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ആ പൂർണ്ണ ദണ്ഡവിമോചനത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് അവർ പ്രസാദപര അവസ്ഥയിൽ അവരുടെ ആത്മാവാകാൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കണം. 14, മാർപ്പാപ്പായും മെത്രാനോ വെഞ്ചരിച്ച ഭക്തസാധനങ്ങൾ, കുരിശുരൂപം, കൊന്ത, മെഡൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ തിരുനാൾ, വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ എന്നീ ദിവസങ്ങളിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ കിട്ടും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ദണ്ഡവിമോചനം നേടിക്കൊടുക്കുന്നത്. നാം നേടിയെടുക്കുന്ന ദണ്ഡവിമോചനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കാഴ്ചവെച്ചാൽ അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് ആയി.
പിന്നെ നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ സിമിത്തേരി സന്ദർശിക്കുന്നതിലൂടെ ഓരോ ദിവസവും ഓരോ പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് മുതലാണ്? നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും സിമിത്തേരി പോയി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും ദണ്ഡവിമോചനം നേടിയെടുക്കുക. ഒരു ദിവസം നമുക്ക് വേണ്ടി നേടിയെടുക്കുക, പിറ്റേ ദിവസം ആർക്ക് വേണ്ടി നേടിയെടുക്കുക. ഇപ്പോൾ ഭർത്താവ് മരിച്ചുപോയെങ്കിൽ ഭർത്താവിന് വേണ്ടി നേടിയെടുക്കുക, ഇനി ഭാര്യ മരിച്ചുപോയെങ്കിൽ എനിക്ക് എടുക്കുക, ഇനി അപ്പനും അമ്മയും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുക, ഇനി മക്കളാരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുക. അങ്ങനെ ആ 8 ദിവസവും പോയിട്ട് സെമിത്തേരി വിസിറ്റ് ചെയ്ത് നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നേടിയെടുക്കുക. ആത്മാക്കൾക്കായി നേടുക. മറ്റ് ദിവസങ്ങളിലെ സന്ദർശനം വഴി ഭാഗിക ദണ്ഡവിമോചനവും ലഭിക്കും. ഇപ്പം നമ്മൾ ഈ നവംബർ 1 തൊട്ട് 8 വരെ അല്ലാതെ ഇപ്പോൾ കുർബാന കഴിയുമ്പോൾ 4 പേര് സെമിത്തേരിയിലൊക്കെ പോകുന്നതാണ്. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കും. മരിച്ചവരുടെ തിരുനാൾ ദിനമായ നവംബർ 2-ന് 1-ലധികം 2 ദണ്ഡവിമോചനങ്ങൾ അവർക്കായി നേടാനാവും. ഇനി ഭാഗിക ദണ്ഡവിമോചനത്തിനായുള്ള ചില പ്രവൃത്തികളും പ്രാർത്ഥനകളും. ഇപ്പം നമ്മൾ കണ്ടത് ഏതാ? പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഭാഗികമായിട്ടുള്ള കുറേശ്ശെ ഇളവ് ചെയ്ത് കിട്ടുന്ന ആ ദണ്ഡവിമോചനം എന്താണ്? ഒന്ന്, കുരിശടയാളം. കുരിശ് വരയ്ക്കാൻ അറിയാമോ? കുരിശടയാളം വരയ്ക്കുക ചെറിയ കാര്യമല്ലേ? ഒരു പാവത്തിൽ നിന്ന് വിടുതൽ കിട്ടിയ രക്ഷപ്പെട്ടില്ലേ? കുരിശടയാളം ഭംഗിയായിട്ട് വരയ്ക്കുക. 2, വിശ്വാസ പ്രമാണം ചെല്ലുക. വിശ്വാസ പ്രമാണം. സ്നേഹപ്രകരണം ചെല്ലുക. നമ്മൾ പറയല്ലേ, കാരണന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, സുഹൃദേവം ചെല്ലുക, സ്നേഹപ്രകരണങ്ങൾ ചെല്ലുക, പ്രകരണങ്ങൾ ചെല്ലുക, ദിവികാരന് സന്ദർശനം നടത്തുക. നമ്മളിപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ അടുത്തോടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മളൊന്ന് കയറി ഈശോയെ ആരാധിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ ദിവികാരന് സന്ദർശനം നടത്തുക. പിന്നെ മനസ്താപ പ്രകരണം, സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥന, കർത്താവിൻ്റെ മാലാക, വിശ്വാസ പ്രകരണം, സങ്കീർത്തനം 130, മറിയത്തിൻ്റെ സ്തോത്രഗീതം, പരിശുദ്ധ രാജ്ഞിയുടെ പ്രാർത്ഥന, തിരുഹൃദയ ജപമാല, സങ്കീർത്തനം 51, ബൈബിൾ വായന. അത് അരമണിക്കൂറെന്നില്ല, ബൈബിൾ വായന, ജപമാല സമർപ്പണം, കുരിശിൻ്റെ വഴി, ഈശോയുടെ തിരുനാമ ലിത്തിനിയ, ഈശോയുടെ തിരുഹൃദയ ലിത്തിനിയ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലിത്തിനിയ, യേശുപിതാവിൻ്റെ ലിത്തിനിയ, സകല വിശുദ്ധരുടെയും ലിത്തിനിയ, വെഞ്ചരിച്ച കുരിശ്, മെഡല്, ബന്ധിങ്ങ എന്നിവ ഉപയോഗിക്കുന്നത്, വചനപ്രഘോഷണത്തെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ വചനപ്രഘോഷണത്തെ സഹായിക്കുക. ആ ഒരു ബോധ്യമുള്ളവരെന്ന് കൈവയ്ക്കുക. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ വചനപ്രഘോഷണത്തെ സഹായിക്കുവാണെന്ന് തോന്നുന്നവർ. നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനിവിടെ വന്നു പോകുന്നതല്ല, നമ്മളിവിടെ വരുന്നത് തന്നെ വചനപ്രഘോഷണത്തെ സഹായിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ വരുന്നത് തന്നെ വചനപ്രഘോഷണത്തെ സഹായിക്കുകയാണ്. ഒരു ദേവാലയത്തിൻ്റെയോ അൾത്താരയുടെ പ്രതിഷ്ഠാ ദിവസം അവിടെ സന്ദർശിക്കുന്നത്, ആദിമ ക്രൈസ്തവരുടെ കബറിടം സന്ദർശിക്കുന്നത്, സിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത്, ഏകാഗ്രമായിട്ട് കുറച്ച് സമയം മാനസിക പ്രാർത്ഥന നടത്തുന്നത്, ജ്ഞാനസ്നാന വാഗ്ദാനം നവീകരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറേ എണ്ണമൊക്കെ നമുക്കറിയത്തില്ലേ? കുരിശ് വരയ്ക്കാനറിയാം, വിശ്വാസ പ്രമാണം അറിയാം, കുരിശിൻ്റെ വഴി ചെല്ലാൻ നമുക്ക് പറ്റും, ദിവികാരന് സന്ദർശനങ്ങൾ നടത്താൻ പറ്റും, സ്വർലോകരാജ്ഞി ചെയ്യാൻ പറ്റും, 51 സങ്കീർത്തനം ചെല്ലാൻ പറ്റും, 130 സങ്കീർത്തനം ചെല്ലാൻ പറ്റും, തിരുഹൃദയ ജപമാല ചെല്ലാൻ പറ്റും, സകല വിശുദ്ധരുടെ ലിത്തിനിയ ചെല്ലാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഭാഗിക ദണ്ഡവിമോചനം ദിവസത്തിൽ 1 പ്രാവശ്യം സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് സഭ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതാണ് കുരിശ് വരയ്ക്കുവാണെങ്കിലും വെടിപ്പായിട്ട് വരയ്ക്കുക അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുരിശ് വരയ്ക്കുമ്പോഴും അത് ദണ്ഡവിമോചനത്തിന്, ഭാഗികമായൊരു ദണ്ഡവിമോചനത്തിന് കാരണമാകുന്ന രീതിയിൽ വരച്ചാൽ, കാരണമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദണ്ഡവിമോചനം എന്നുള്ളൊരു നിയോഗം ഉണ്ടാകണം. മാർപ്പപ്പ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന മാർപ്പപ്പയ്ക്ക് വേണ്ടിയിട്ട് ചെല്ലണം, കുമ്പസാരിച്ചിട്ടുണ്ടായിരിക്കണം, കുർബാന സ്വീകരിക്കുന്ന പതിവുണ്ടായിരിക്കണം. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കും. പല തീർമുയർത്തി പറഞ്ഞേ ആമീൻ, സ്വരമുയർത്തി പറഞ്ഞേ ആമീൻ, ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ, സ്വരമുയർത്തി ആമീൻ, ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ദൈവകരുണയുടെ തിരുനാൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവകരുണയുടെ പുതുഞായറത്തെ തിരുനാളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുവാണ്, പ്രാർത്ഥിച്ചൊരുങ്ങുവാണ്. കരുണയുടെ പ്രാർത്ഥനയും നൊവേനയൊക്കെ ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ചെല്ലുന്നുണ്ടോ? ചെല്ലുന്നുണ്ട്. അപ്പം അതൊക്കെ ചെല്ലി നമ്മൾ ഒരുങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൃപ, അഭിഷേകം ദൈവം നമുക്ക് തരും.
ഭയങ്കരമായിട്ടുള്ള കൃപയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. ഒന്നും നമ്മുടെ പ്രാർത്ഥനയുടെ യോഗ്യത കൊണ്ട് കിട്ടുന്നതല്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ദൈവം കരുണയോടെ നമുക്ക് എടുത്തു തരുന്ന, നമ്മളൊന്ന് സ്വീകരിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആര് നിക്ഷേപിച്ച് വെച്ചേക്കുക? കരുണാമയനായ ദൈവം നമുക്ക് വേണ്ടി നിക്ഷേപിച്ച് വെച്ചിരിക്കുക. പക്ഷെ എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടന്നാൽ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. എനിക്കിതെല്ലാം വേണം. അതുകൊണ്ടാണ് പറഞ്ഞേ, ആത്മീയ കാര്യങ്ങളിൽ ഒരു നിഷ്ഠ, ഒരു കൃത്യനിഷ്ഠ. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കുമ്പസാരിക്കുന്ന ദിവസം എത്രയായി? ബൈബിൾ വായന മുടങ്ങിപ്പോകുന്നുണ്ടോ? ജപമാല ചെല്ലാതിരിക്കുന്നുണ്ടോ? അങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ ആത്മാവ് നശിച്ചു പോകില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നിയാൽ നമുക്ക് ഭൗതികമായ കാര്യങ്ങളിൽ ഒരു കുറവും വരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അത് തമ്പുരാൻ്റെ വാഗ്ദാനമാണ്. അല്ലേ? ആണോ? അതെ, അത് തമ്പുരാൻ നിറവേറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാക്കുക. അത് ഏതെല്ലാം വഴിയിലൂടെ പാപവിമോചനം നേടാവോ, പൂർണ്ണ ദണ്ഡവിമോചനം നേടാവോ, കാലിക ദണ്ഡവിമോചനം നേടാവോ, അത് നേടിയെടുത്ത് ആത്മാവിനെ വിശുദ്ധിയിൽ തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുക. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആ നിസ്സീമമായ കരുണയിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന വലിയ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഈ അപ്പസ്തോലന്മാരൊക്കെ ഈശോയെ പ്രഘോഷിച്ചത് എപ്പോഴാണ്? അവർ ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള അവരുടെ വ്യക്തമായ ബോധ്യത്തിൽ നിന്നാണ് അവർ ഈശോയെ പ്രഘോഷിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:18 കാണുന്നുണ്ട്. മഗ്ദലന മറിയം എന്താ ചെയ്ത്? അവൾ ചെന്ന് കർത്താവിനെ കണ്ടു എന്നും അവൻ ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. അപ്പോൾ കണ്ടു കേട്ടു എന്നിട്ട് വേണം അറിയിക്കാൻ. ഹല്ലേലൂയ. കണ്ടതും കേട്ടതും പറയുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ട്. ഉണ്ട്. എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യമില്ലെങ്കിൽ ഞാൻ പറയുന്ന ആര് കേൾക്കും? ആരും കേൾക്കാനില്ല. മറിയം അവള് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനെ കണ്ടു, കർത്താവിൻ്റെ സ്വരം കേട്ടു, എന്നിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നവരാണ്. മടി കൂടാതെ മറ്റുള്ളവരോട് പറയണം. മടി കൂടാതെ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമ്മുടെ സംസാര വിഷയം തന്നെ ഉത്തിതനായ ക്രിസ്തു ആയിരിക്കണം. ഹല്ലേലൂയ. അവിടെ കണ്ടോ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നോക്കിയേ, അവരുടെ സംസാര വിഷയം എന്തായിരുന്നു? അല്ലേ? എന്തായിരുന്നു അവരുടെ സംസാര വിഷയം? കുരിശിൽ തറയ്ക്കപ്പെട്ടവനെക്കുറിച്ചായിരുന്നു. കുരിശിൽ തറയ്ക്കപ്പെട്ടവനെക്കുറിച്ചാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈശോയെക്കുറിച്ച് രണ്ടുപേരും സംസാരിക്കുന്നിടത്ത് ആരുണ്ടാവും? ഒരപരിചിതനെ പോലെയാണ് അവർക്ക് തോന്നിയത്. അവർക്ക് ഈശോയായിട്ടൊന്നും തോന്നിയില്ല. ഈശോയായിട്ട് അവർക്ക് മനസ്സിലായത് പിന്നെയാണ്. ഒരപരിചിതനെ പോലെ ഈശോ അവരുടെ കൂടെ നടന്നു. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം ഈശോയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അപ്പം മൂന്നാമതൊരാളായിട്ട് അവിടെ ആരുണ്ടാവും? ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്ന ലോകകാര്യങ്ങളാണെങ്കിൽ അവിടെ ഈശോ ഉണ്ടാവുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് വലത്തേർ ഉയർത്തിക്കേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.